അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന വെറൈറ്റി പലഹാരമാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഒരു ബൗളിൽ ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 250 ml കപ്പിന് അര കപ്പ് അവിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വെള്ള അവിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുമന്ന അവിൽ വേണമെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ കനം കുറഞ്ഞ അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കനം കൂടിയതാലും കുഴപ്പമൊന്നുമില്ല. ഇനി അവിലൊന്ന് നനച്ച് സോഫ്റ്റ് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഈ അവിലിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇപ്പൊ ഞാൻ 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങൊന്ന് പൊടിച്ചെടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ വേണം പൊടിച്ചെടുക്കാൻ. ഉരുളക്കിഴങ്ങെല്ലാം കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് പേസ്റ്റ് വേണമെങ്കിലും 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും 1/4 കപ്പ് ക്യാപ്സിക്കം കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പച്ചപ്പട്ടാണിയും കൂടി ഇട്ട് കൊടുക്കാം. പച്ച ഗ്രീൻ പീൻസ് ആണ്, അധികം വേവൊന്നും ഇല്ലാത്ത ഗ്രീൻ പീൻസ് ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള പച്ചപ്പട്ടാണി വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. ഒരുപാട് അങ്ങ് തിളപ്പിച്ചെടുക്കരുത്, എന്നാൽ പിന്നെ വെന്ത് കുഴഞ്ഞു പോകും. എന്നിട്ട് അരിപ്പയിൽ കൂടെ അരിച്ച് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഒരുപാട് അങ്ങ് ചതഞ്ഞു പോലെ ജസ്റ്റ് ഒന്ന് ചതച്ച് എടുത്തിട്ടുള്ള പച്ചപ്പട്ടാണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിലും ഇതും ഒഴിവാക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറികളുണ്ടോ അതൊക്കെ കുറച്ച് വീതം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ അവല് നനച്ച് മാറ്റി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ചാട്ട് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ കുരുവെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരവും എരിവും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട്. കൈയൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് ഓയിൽ ഇതാ കയ്യിൽ തടവിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കാം. ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഇപ്പൊ നമ്മൾ കുഴച്ചെടുത്ത മിക്സ് മുഴുവനും ചെറിയ ചെറിയ ഉരുളകളാക്കി ഇതാ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ 250 ml കപ്പിന് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഈ റവ കുറച്ച് വലിപ്പമുള്ള റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ചെറിയ തരികളോട് കൂടിയ റവയാണ് ഇതിന് ആവശ്യം. അപ്പൊ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ റവ ചെറിയ തരികളോട് കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പൊ റവ വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാൻ. ഒരു 10-15 സെക്കൻഡ് പൾസ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഒരു മിക്സിംഗ് ബൗളിൽ 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കട്ടകളൊന്നും ഇല്ലാതെ തൈരൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പൊ തൈര് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉടച്ചു വെച്ച തൈരിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ 250 ml കപ്പിന് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പൊ അതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ച് കലക്കിയെടുത്ത തൈര് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ഒന്നും ഓണാക്കിയിട്ടില്ല. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലതുപോലെ അത് ചൂടായ മാത്രം മതി. കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇപ്പൊ ദാ നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റവ കുറേശ്ശെ ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഒന്ന് എല്ലാം കൂടിയിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പൊ നല്ലതുപോലെ ഒന്ന് എല്ലാം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഈ ഒരു പരുവത്തിന് വേണം റവ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ചൂടോടുകൂടി തന്നെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ ചൂടൊക്കെ മാറി ഒന്ന് സെറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇപ്പൊ റവ മൂടി വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ചൂട് മാറാൻ നിൽക്കണ്ട. ഇനി കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിന് ശേഷം സോഫ്റ്റ് ആയിട്ട് റവ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ റവ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. 1-2 മിനിറ്റ് എങ്കിലും നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി മാവിൽ നിന്നും കുറച്ച് മാവ് എടുക്കാം. ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഈ ഒരു രീതിക്ക് വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും വിള്ളലൊന്നും ഇല്ലാതെ വേണം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ. ഇപ്പൊ എല്ലാ മാവും ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറം ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിക്കുന്ന ഹാൻഡ് ജ്യൂസർ ആണ്. ഇതിന്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളയിൽ നിന്നും ഒരു ഉരുള മാവ് എടുക്കാം. ഇതിന്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇനി ഇതിൽ നിന്ന് മാവ് പുറത്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നല്ലൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഉരുട്ടി മാറ്റി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ബാക്കി വരുന്ന മാവ് നമുക്ക് മാറ്റാം. കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഈ ഒരു രീതിക്ക് വേണം ഉരുട്ടിയെടുക്കാൻ. ഒട്ടും വിള്ളലൊന്നും ഇല്ലാതെ നമ്മൾ വെച്ച ഫില്ലിംഗ് ഒന്നും പുറത്തു പോവാത്ത രീതിയിൽ ഉരുട്ടിയെടുക്കാം. ഇപ്പൊ ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം ലോ ടു മീഡിയം ഫ്ലെയിം വെക്കാം. എന്നിട്ട് നമ്മൾ ഉരുട്ടിയെടുത്ത ഓരോ ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ നിറം ആകുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പൊ നല്ലൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇപ്പൊ എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. അപ്പൊ ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. അപ്പൊ ബാക്കിയിരിക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ പലഹാരം എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. പുറത്ത് നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റും ആണ്. അപ്പൊ ഞാൻ ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. അകമൊക്കെ നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കടായിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് വറുത്ത പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വറുത്ത പച്ചരിപ്പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ ഒരു അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക. അതിനനുസരിച്ച് അരിപ്പൊടിയും വെള്ളവും അളന്നെടുക്കുക. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിന് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളം എടുക്കുക. 2 കപ്പ് അരിപ്പൊടി ആയതുകൊണ്ട് ഞാനിപ്പോ 3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന ഓരോ അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോ എലൈറ്റിന്റെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും. ഞാനിപ്പോ 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അരിപ്പൊടി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്ത് കിട്ടും. ഇപ്പൊ കണ്ടില്ലേ, മാവെല്ലാം പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും. ഓരോ ബ്രാൻഡ് അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിന്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വറുത്ത പച്ചരിപ്പൊടി വേണം ഇതിനെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കണ്ടില്ലേ, എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോ 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ മാവ് കലക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ മാവ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കട്ടി കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഈ ഒരു ലൂസ് പരുവത്തിന് വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കാൻ.
ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിട്ട്. കൈ വിടാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ മാവ് ഡ്രൈ ആയി പോവും, അല്ലെങ്കിൽ മാവ് ചിലപ്പോൾ ലൂസായി പോവും, കറക്റ്റ് വെള്ളം പരുവത്തിൽ കിട്ടില്ല. അപ്പൊ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ബാച്ചിലേഴ്സിനായാലും പുറം രാജ്യങ്ങളുള്ള കുട്ടികൾക്കായാലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവർക്കായാലും ആർക്കായാലും പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി കിട്ടും. അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പൊ നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കി ഫ്ലോപ്പായി പോയവര് ഇതുപോലെയൊക്കെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ചും ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികളൊക്കെ ഇതുപോലെ വേണം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ആദ്യം എടുക്കുമ്പോൾ ഒരു കപ്പിന്റെ അളവിൽ മാത്രം എടുത്താൽ മതി. ഒന്ന് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയെങ്കിൽ മാത്രം വീണ്ടും ഇതുപോലെ ചെയ്താൽ മതി. ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും ചെറിയ ചെറിയ കട്ടകൾ വരുന്നത്. അതൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് എല്ലാം ഒന്ന് റെഡിയായി കിട്ടും. അതൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇപ്പൊ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ആ ഒരു നാടൻ ഫ്ലേവർ ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടും പാനിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ലതുപോലെ ഒന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പാനിൽ നിന്ന് വിട്ടു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാൻ പറ്റും. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിം കൂട്ടിയിടരുത്. എന്നാൽ പിന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇടിയപ്പത്തിന്റെ മാവ് കിണ്ടിയെടുക്കാൻ പറ്റില്ല. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് മാവ് ഇതുപോലെ ഒന്ന് കിണ്ടിയെടുക്കേണ്ടത്. അപ്പൊ മാവ് പാനിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ തന്നെ ഇരുന്നാൽ പാനിന്റെ ചൂടുകൊണ്ട് മാവ് ഡ്രൈ ആയി പോവും. ആ ചൂടോടുകൂടി തന്നെ ഒരു ബൗളിൽ മാവിട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് ചൂട് മാറാൻ വേണ്ടി മാറ്റി വെക്കാം. മൂടി വേണം വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാവ് ഡ്രൈ ആയി പോവും. അപ്പൊ മാവ് ചൂടാറാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി. ഇനി ചെറുതായിട്ടൊന്ന് നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പൊ മാവ് ചെറുതായിട്ടൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ തടവിയതിനു ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഒരുപാടിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുക്കുക. കുറച്ച് മാവ് നമ്മൾ എടുത്തതിന് ശേഷം വീണ്ടും മാവ് ഇതുപോലെ മൂടി വെക്കുക, അല്ലെങ്കിൽ മാവ് ഡ്രൈ ആയി പോവും. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഇപ്പൊ മാവ് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇടിയപ്പം പിഴിഞ്ഞൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സേവനാഴി എടുക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സേവനാഴി എടുത്താൽ മതി. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഉള്ളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലത്തെ ചെറിയൊരു ഹോളുള്ള ചില്ലാണ് വേണ്ടത്. ഇനി ഇതിലും കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി സേവനാഴിയുടെ ഉള്ളിലേക്ക് നമ്മൾ എടുത്ത മാവ് ഇതുപോലെ നിറച്ചു കൊടുക്കുക. 3/4 ഭാഗത്തോളം മാവ് നിറച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇടിയപ്പ ചെമ്പോ സ്റ്റീമറോ ഇടിയപ്പ തട്ടോ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മൾ ഇതുപോലത്തെ ഒരു പാനിലാണ് ഇടിയപ്പം പിഴിഞ്ഞൊഴിക്കുന്നത്. അപ്പൊ വിദേശ രാജ്യങ്ങളിലുള്ളവർക്കും ജോലി തിരക്കുള്ള വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനും ഒക്കെ ഉപകാരപ്പെടുന്നതാണിത്. ഇനി ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം ഓയിൽ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് മാവ് പിഴിഞ്ഞൊഴിക്കാം. ആദ്യം ഞാൻ ഈ ഒരു സേവനാഴിയിലാണ് മാവ് പിഴിഞ്ഞൊഴിക്കുന്നത്. ഇപ്പൊ മാവ് പാനിൽ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട. ഇപ്പൊ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മൂടി തുറന്ന് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും മൂടി വെച്ച് ഇടിയപ്പം വേവിച്ചെടുക്കാം. ഇപ്പൊ ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി മൂടി തുറന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നത് പോലെയുള്ള ഇടിയപ്പം കുറഞ്ഞ സമയം കൊണ്ട് പാനിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതുപോലത്തെ ഒരു സേവനാഴി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. മിക്കവരുടെയും വീട്ടിലും ഇതുപോലത്തെ ഒരു സേവനാഴിയാണ് ഉള്ളത്. ഇതിന്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മാവ് നിറച്ച് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനി തിരിച്ചിട്ട് വീണ്ടും ഒരു 30 സെക്കൻഡ് കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തതുപോലുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയ ഇടിയപ്പം ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് കാണിച്ചു തരാം. കുറച്ച് വലുപ്പമുള്ള ഒരു പാൻ എടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ഒരു പ്രാവശ്യം ഓയിൽ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി മാവ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. ഓരോ
പാനിന്റെയും വലുപ്പത്തിനനുസരിച്ച് എത്ര മാവ് വേണമെങ്കിലും പിഴിഞ്ഞൊഴിക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ 4 എണ്ണമാണ് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പൊ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മൂടി തുറന്ന് തിരിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 30 സെക്കൻഡ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്ത് ഈസി മെത്തേഡിലാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയെടുത്തത്. പെട്ടെന്ന് തന്നെ നമുക്ക് പിഴിഞ്ഞൊഴിച്ച് നമുക്ക് പഞ്ഞി പോലെ സോഫ്റ്റ് ആയി ഇടിയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ നമ്മുടെ ഇടിയപ്പവും ബീഫ് മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എല്ലാവരും ഇടിയപ്പം ഉണ്ടാക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇടിയപ്പം ഉണ്ടാക്കിയതിന് ശേഷം അതിന്റെ തട്ടുകൾ ഓരോന്നും കഴുകിയെടുക്കുന്നതൊക്കെ ഒരു പ്രയാസമുള്ള കാര്യമാണ്. ഇങ്ങനെ നമ്മൾ പാനിൽ ചെയ്യുമ്പോൾ ഒരു പ്രയാസമില്ല. അധികം പാത്രങ്ങളുടെ ആവശ്യമില്ല. തേങ്ങാപ്പാലിന്റെയോ അതുപോലെ തന്നെ തേങ്ങയുടെയോ ഒന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ ആവിയിൽ വേവിച്ചെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് പാനിൽ നിമിഷ നേരം കൊണ്ട് ഇടിയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ദൂര സ്ഥലങ്ങളിൽ ഉള്ളവർക്കും തുടക്കക്കാർക്കും ഒക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഇടിയപ്പം ഉണ്ടാക്കാൻ ഇടിയപ്പ ചെമ്പോ അതുപോലെ തന്നെ ഇടിയപ്പ തട്ടോ ഒന്നും ആവശ്യമില്ല. വീട്ടിലൊരു പാൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പൂ പോലെ സോഫ്റ്റ് ആയി ഇടിയപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇപ്പൊ കണ്ടില്ലേ, നല്ല ലെയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൂ പോലെ ഇരിപ്പുണ്ട്. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ആവിയിൽ എങ്ങനെയാണോ ഇടിയപ്പം ഉണ്ടാക്കി എടുക്കുന്നത് അതേ രീതിയിൽ തന്നെ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഇടിയപ്പവും ബീഫ് മസാലയും തയ്യാറാക്കി നോക്കാം. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇപ്പൊ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ വലിയ ജീരകത്തിന്റെ നല്ലൊരു മണം വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇത് പേസ്റ്റ് രൂപത്തിൽ വേണമെങ്കിലും എടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. അധികം എരിവില്ലാത്ത മുളകാണ്. എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന്റെ പച്ചമുളക് മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്തപ്പോൾ ഇതിന്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വാടി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പൊ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഒരുപാട് വാടി ഗോൾഡൻ നിറം ആവാണെന്ന് നിൽക്കണ്ട. ചെറുതായിട്ട് ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 2 ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഡ്രൈഡ് ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ. ഇപ്പൊ ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അധികം വേവൊന്നുമില്ല. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ഫ്രോസൺ ഗ്രീൻ പീൻസ് ഒന്നും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഒരു 3 മിനിറ്റ് ഇളക്കി കൊടുത്തപ്പോ ക്യാരറ്റും ബീൻസും ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വേവണ്ട, ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങാണ്. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു. ബാക്കി വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് പൊടി ഐറ്റംസ് ചേർക്കാനുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇപ്പൊ കാശ്മീരി മുളക് പൊടി അധികം എരിവില്ലാത്തത് കൊണ്ടാണ് എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ മുളക് പൊടി എടുക്കരുത്, എന്നാൽ എരിവ് കൂടി പോവും. 2ാമത്തെ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ആ പൊടിയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുത്തപ്പോ ആ പൊടിയുടെ ഒരു പച്ചമണൊക്കെ അതൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീരില്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പൊ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു മിക്സിംഗ് ബൗളില് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം.
ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അളവ് കപ്പ് 250 ml കപ്പാണ്. ഇതുപോലത്തെ ഒരു അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക. അതിനനുസരിച്ച് 2 കപ്പ് മാവ് അളന്നെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അയമോദകം കയ്യിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഈ അയമോദകം ചേർത്ത് എടുക്കുമ്പോൾ ഈ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. മാത്രമല്ല എത്ര തണുത്ത് കഴിഞ്ഞാലും അത് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇനി ഉപ്പും അയമോദകവും മാവിന്റെ എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അയമോദകം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടുന്നതാണ്, ഒരുപാട് വിലയൊന്നുമില്ല. ഈ മാവൊന്ന് കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാവ് അളന്നെടുത്ത അതേ കപ്പിന്റെ അളവിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം പകുതി വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചതിന് ശേഷം വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഇതൊന്ന് കുഴച്ചെടുക്കാം. വീണ്ടും ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ഓരോ മൈദയ്ക്ക് അനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല കട്ടിക്ക് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ മാവ് നല്ല കട്ടിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോ 1/4 കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. മാവ് കുറച്ചൊന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നല്ലതുപോലെ ഒരു 2 മിനിറ്റെങ്കിലും ഈ മാവൊന്ന് കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ പലഹാരം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പൊ മാവ് നല്ലതുപോലെ ഒരു 2 മിനിറ്റ് കുഴച്ച് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിരിക്കണം, ഇതുപോലെ നല്ല സോഫ്റ്റും ആയിരിക്കണം. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കണ്ണാപ്പയാണ്. ഇതുപോലെ ഹോളുള്ള ഒരു സ്പൂണാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ കണ്ണാപ്പയുടെ ഉള്ളിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് ഈ കണ്ണാപ്പയുടെ നടുവിലായിട്ട് വെച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി പരത്തിയെടുത്ത മാവിന്റെ നടുവിലായിട്ട് 1 ടേബിൾ സ്പൂൺ ഫില്ലിങ്ങും കൂടി വെച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ 3 വശത്ത് നിന്നും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇളകി ഒന്നും വരില്ല, നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നല്ലൊരു സമോസ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല നല്ലൊരു ഡിസൈനും കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി സമോസ ഉണ്ടാക്കാൻ മാവ് പരത്തി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, മാവ് പരത്തേണ്ട ആവശ്യമില്ല. വീട്ടിൽ ഇതുപോലത്തെ ഒരു കണ്ണാപ്പം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കൊരു പ്രയാസമില്ലാതെ സമോസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആ ഡിസൈൻ വരുന്ന ഭാഗം മുകളിൽ വരത്തക്ക വിധം ഇതുപോലെ വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി ഇത് തിരിച്ചും മറിച്ചും ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നല്ലൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പൊ നമ്മുടെ സമോസ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സമോസ പോലെ തന്നെയാണ് ഇതിൽ നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. അപ്പൊ നിങ്ങളും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.